ഇപ്പം കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ വലിയ പാടാ. എല്ലാ കാര്യങ്ങളും ഇപ്പൊ കമ്പ്യൂട്ടർ ഉപയോഗിച്ചല്ലേ ചെയ്യുന്നേ. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റോ? കമ്പ്യൂട്ടറിൽ പുറ്റ് പുഴുങ്ങാൻ പറ്റോ? തേങ്ങ ചിരണ്ടുന്ന സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ പുട്ടും പുഴുങ്ങാം. ഇനി നമുക്ക് വിവരങ്ങൾ അറിയാൻ പത്രം വേണ്ടി വരില്ല. കുറച്ചുകൂടി കഴിയുമ്പം പത്രങ്ങളുടെ സ്ഥാനത്ത് കമ്പ്യൂട്ടർ മതിയാവും. അപ്പം കറണ്ട് പോകുമ്പോയോ? കറണ്ട് പോയ പിന്നെ ഒന്നും വർക്ക് ചെയ്യലടാ. എന്നാ പിന്നെ പത്രമാണുള്ളത്. അതെന്താടാ? കറണ്ട് പോകുമ്പോ നമുക്ക് കമ്പ്യൂട്ടർ എടുത്ത് വീശാൻ പറ്റുമോ? അല്ലേലും കമ്പ്യൂട്ടർ കൊണ്ട് ഈച്ചടിച്ച് കൊല്ലാൻ പറ്റുമോ? നേരാ, തയ്യക്കട കൊടുക്കണ ബ്ലൗസ് ഈ കുന്ത്രാണ്ടത്തിനകത്ത് പൊതിയാൻ പറ്റുമോ? മകള് ഹോസ്റ്റലിലായിരുന്നപ്പം ജോണ്ടിസ് കേറി പിടിച്ചു. അവന്റെ കരണക്കുറ്റിക്കൊന്ന് കൊടുക്കണ്ടേ ചേട്ടാ? ജോണ്ടീസ് എന്ന് വെച്ച മഞ്ഞപ്പിത്തമെന്നാ. ഹോസ്റ്റൽ വരെ ഒന്ന് പോയി കളയാം. അവിടെ പന്നി വളർത്തലും ഉണ്ടെന്ന് കേട്ടു. എന്റെ ഒരു ബന്ധു അവിടെ ഉണ്ട്. അപ്പൊ കേട്ടത് നേരാ. മറിയാമ്മ പന്നി വളർത്തല് തുടങ്ങിന്നാണല്ലോ കേട്ടത്. അതിപ്പോ ഇല്ലായോ? അതൊരു കഥയാശാനെ. ഹോസ്റ്റല് തുടങ്ങാൻ ഗ്രാൻഡ് ഉണ്ടെന്നറിഞ്ഞ് ഞാൻ ഹോസ്റ്റൽ പണി തുടങ്ങിയതാ. അടിത്തറ കെട്ടി തീർന്നപ്പം ഹോസ്റ്റലിന് വേണ്ടിയുള്ള ഗ്രാൻഡ് സർക്കാർ അങ്ങ് നിർത്തി. എന്നിട്ട് പന്നി വളർത്താൻ ഗ്രാൻഡ് കൊടുക്കുന്നെന്ന് കേട്ട് പിന്നീട് അത് തുടങ്ങി. മാർക്കറ്റിൽ കച്ചവടക്കാർ ഉപേക്ഷിക്കുന്ന ചീഞ്ഞ തക്കാളി, കാബേജ് ഇവ മൊത്തം ശേഖരിച്ചു തരുന്നതിന് കോൺട്രാക്ട് വെച്ചു. റേഷൻ കടയിൽ ചെള്ളരിച്ചും ചീഞ്ഞും കളയുന്ന മൊത്തം അരി ഏർപ്പാടാക്കി. മൊത്തമാകുമ്പോ റേഷൻ വിതരണം മുടങ്ങി കാണുമല്ലോ. പിന്നെന്തായി? കെട്ടിടം പണി പൂർത്തിയായിരുന്നില്ല. അത് കാരണം മഴയത്ത് നനഞ്ഞൊലിച്ചു. തറ കുതിർന്നപ്പം ചെള്ളും പാറ്റേ എലിയും മൂട്ടയും നീർക്കോലിയും ഒക്കെ പെരുകി. അങ്ങനെ വന്നപ്പം പന്നികളെല്ലാം കൂട്ടത്തോടെ സ്ഥലം വിട്ടു. പക്ഷെ കോൺട്രാക്ട് അനുസരിച്ചുള്ള തീറ്റ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. അതൊക്കെ പിന്നെ എന്നാ ചെയ്തു? അങ്ങനെ വന്നപ്പം അതിനകത്ത് ലേഡീസ് ഹോസ്റ്റൽ തുടങ്ങിക്കളയാന്ന് വെച്ചു.